മോളെ, കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കല്ലേ. മോക്കുകൂടി ഭീഷണിയാകാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റിയാ പറയാൻ പോകുന്നേ. എനിക്ക് ഭീഷണിയോ? എന്താ? മോളെ, ഈ രാജുവെ ഇനി പിടിച്ചാ കിട്ടാത്ത നിലയിലേക്ക് ഉയരാൻ പോവാ. എടി, അവനെയും പ്രതീക്ഷിച്ച് നടന്ന് നീ നിന്റെ ജീവിതം നശിപ്പിക്കല്ലേ. അത് മാത്രമല്ല, ഇതാണ് നിന്റെ ഉദ്ദേശമെന്ന് അവരറിഞ്ഞാ പിന്നെ ഈ ഔട്ട് ഹൗസിൽ നിന്ന് വരെ നമ്മൾ അടിച്ചിറക്കും. അതുകൊണ്ടേ ആ കഴുത്തി കിടക്കുന്ന താലി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞേക്ക്. ഇത് ഞാൻ പൊട്ടിക്കില്ല. ഇത് എന്റെ ഹൃദയം. ഓ, അവളുടെ ഒരു ഹൃദയം. നിങ്ങൾക്ക് എന്തോ ഭ്രാന്താണോ? ഇവർക്ക് പണ്ടേ ഭ്രാന്താണല്ലോ. ഒഴിക്ക്. ഇവര് എന്റെ കൈ കൊണ്ട് തന്നെ തീരും. കടുങ്ങയെന്ന് ചെയ്യിപ്പിക്കല്ലേ. എന്താ ഇവിടെ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഇവിടെ എന്താ ബഹളോന്ന്? സർവ്വത് നശിച്ചു. പരസ്പരം മത്സരിച്ച് എല്ലാം കുളം തോട്ടി, എല്ലാ അർത്ഥത്തിലും തകർന്നു. എന്നിട്ടും നിങ്ങൾക്കിതൊക്കെ ഒന്ന് നിർത്താറായില്ലേ? പ്രതാപ, അതൊന്നും അല്ല. ഇവളിപ്പോഴും ഈ കഴുത്തില് താലി രഹസ്യമായിട്ട് ഇട്ടോണ്ട് നടക്കുക. ഒരിക്കലും തിരിച്ചു വരാത്ത ആ രാജുവിന് വേണ്ടി ജീവിതം തകർക്കാതെ ആ താലിമാല ഊരിവെക്കാൻ ഞാൻ പറയുമായിരുന്നു. താലിമാല വലിച്ചു പൊട്ടിച്ച് കളയാത്തത് അവളുടെ മഹത്വ. അതാണ് കുലീനയായ ഒരു സ്ത്രീയുടെ ആഠ്യത്യം. അങ്ങനെ വലിച്ചു പൊട്ടിച്ച് കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ താലി. അത് ഹൃദയത്തോട് ചേർന്ന് കിടക്കുമ്പോഴാ ഒരു സ്ത്രീ ധന്യയാകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചില ചിട്ടകളുണ്ട്. വരട്ടെ, സാവധാനം ആലോചിച്ച് ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കാം. പ്രതാപം നിന്നേ. നമ്മുടെ വീട് വാങ്ങിയ ആ പയ്യന്റെ കല്യാണം ഉറപ്പിച്ചു. അവരെ ഇതുവരെ കാണാനോ ഒരു നന്ദി പറയാനോ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അവർക്ക് ചെയ്യണം. ഈ ഔട്ട് ഹൗസിൽ താമസിക്കാൻ ഒരവസരം തന്നല്ലേ. വീട് വാങ്ങിയിരിക്കുന്നത് ഇവന്റെ മാനസപുത്രൻ രാജുവാണെന്ന് ഇവൻ നേരിട്ട് കണ്ട് തിരിച്ചറിയട്ടെ. അങ്ങനെ ഷോക്കാകണം. എനിക്കത് കാണുകയും ചെയ്യാം. അതോടെ ഈ താലിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാകും. എല്ലാം ഒന്ന് സോൾവ് ആവുന്നതുവരെ രാജുവാണ് വീട് വാങ്ങിയതെന്ന് ചേട്ടൻ അറിയരുത്. ആരും പറയാതിരുന്നാ മതി. മോള് സമാധാനിക്ക്. ദൈവം മോൾക്കെതിരായിട്ട് ഒന്നും വരുത്തില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതായത് കുറച്ചുകൂടി ചിന്തിച്ച കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണം.
പ്രയോഗിക്കാൻ പറ്റാത്ത ബുദ്ധികളൊക്കെ പൊടി തട്ടി പുറത്തെടുക്കണം. എന്നാലേ ഇനി ഒരു തിരിച്ചുവരവ് പറ്റൂ. ഹൂ, ഈ നാശം പിടിച്ചവൻ വിളിച്ചിട്ടെന്താ വരാത്തത്? കഷ്ടം. എന്താമേ അത്യാവശ്യം കാണുന്നു പറഞ്ഞേ? എടാ, കാര്യങ്ങളെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറത്താ. അമ്മ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറ. എടാ, രാജു ആകാശം മുട്ടെ വളരുക. കോടാനുകോടികളുടെ ഉടമയായി ഇപ്പൊ അവൻ. ഈ രാജുവേ ഇപ്പോ എന്തും ചെയ്യാൻ കെൽപ്പൊക്കെ ഉള്ള ഒരാളായ കേന്ദ്രമന്ത്രിയുടെ മകളെയാ അവനിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നേ. ഞെട്ടണ്ട നീ. എന്നാലേ ബാക്കി കൂടെ കേട്ടോ. അത് അല്ല, ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാമേ? എന്തെങ്കിലും ചെയ്യണം. ചെയ്തേ പറ്റൂ. നിന്റെ ഭാര്യ വീട്ടിലുണ്ടോ നന്ദന? അവള് പുറത്തെവിടെ പോയേക്കോ? ഞാനേ അവളെ ഒന്ന് വിളിക്കട്ടെ. ഇതൊക്കെ അവളെ കൊണ്ടേ പറ്റൂ. നിന്നെ കൊണ്ടിപ്പോ ഒന്നിനും പറ്റില്ല. പക്ഷേ അവളൊരു പെൺപുലിയാ. ദൈവമേ, അവളെ കൊടുക്കാനുള്ള പരിപാടിയാണോ? ആ, ബെല്ലടിക്കുന്നുണ്ട്. നന്ദനയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ തിരിച്ച് എന്റെ പേരിലേക്ക് വരണം. അല്ലാതെ അംബിക അടങ്ങില്ല. ഓ, കള്ളിയങ്കാട്ട് നീലിയായിരുന്നു എന്റെ അമ്മായിയമ്മ. ഹലോ. ഹലോ മോളെ, നിന്റെ മദറിൻലോയാ ഞാൻ, അംബിക വർമ്മ. മനസ്സിലായി, പറയും. മോളെ, കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കല്ലേ. മോക്കുകൂടി ഭീഷണിയാകാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റിയാ പറയാൻ പോകുന്നേ. എനിക്ക് ഭീഷണിയോ? എന്താ? മോളെ, ഈ രാജുവെ ഇനി പിടിച്ചാ കിട്ടാത്ത നിലയിലേക്ക് ഉയരാൻ പോവാ. അവൻ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക. അവനുണ്ടല്ലോ കേന്ദ്രമന്ത്രിയുടെ മകളെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവനങ്ങനെ വളർന്നു കഴിഞ്ഞാ നന്ദന പിള്ളയുടെയും മറ്റു പിള്ളമാരുടെയും ഇനി 8 വീട്ടു പിള്ളമാരുണ്ടെങ്കിൽ അവരുടെയും കാര്യം സ്വാഹയാണേ. അതുകൊണ്ട് ആ കല്യാണം മുടക്കണം. അവളുടെ കഴുത്തിലെ താലിയും പൊട്ടിക്കണം. മോളെന്ത് പറയുന്നു? ഞാൻ ആലോചിക്കാം.